السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله البر الجواد الكريم ذي الأياد، الصلاة والسلام على رسولنا السيد المصطفى المختار ذي الشمائل والفضائل والمآثر والأنوار، وعلى آله وصحبه السادة البررة الأخيار. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنهم فتية آمنوا بربهم وزدناهم هدى. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിത മഹത്തുക്കളെ, സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, സമഗ്രവും സുസ്ഥിരവും സുതാര്യവുമായ ദർശനങ്ങളിലൂടെ മനുഷ്യനെ വഴി നടത്തുന്നതിന് സൃഷ്ടാവിനാൽ സജ്ജീകരിക്കപ്പെട്ട സംവിധാനമാണ് വിശുദ്ധ ഇസ്ലാം. ജീവിതത്തിൻ്റെ നിഖില നിമിഷങ്ങളിലും അഖില അർദ്ധ നിമിഷങ്ങളിലും ഒരു വിശ്വാസി എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനെ സംബന്ധിച്ച് കൃത്യവും വ്യക്തവുമായ നിയമവും നിലപാടും ഇസ്ലാമിനുണ്ട്. ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും എന്നിങ്ങനെ ഘട്ടം ഘട്ടമായ അനുസ്യൂതം സഞ്ചരിക്കുന്ന ജീവിതയാത്രയെ പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളുഅഫിൻ ثم جعل من بعد ളുഅഫ ഖുവ്വതൻ ثم جعل من بعد ഖുവ്വത്തിൻ ളുഅഫൻ വശൈബ. അവശതയിൽ നിന്നും ആരോഗ്യത്തിലേക്കും ബലഹീനതയിൽ നിന്നും ശക്തിയിലേക്കും എത്തിപ്പെടും വിധം മനുഷ്യ ജീവിതത്തെ രൂപകൽപ്പന ചെയ്തത് സൃഷ്ടികർത്താവായ അല്ലാഹുവാണ്. ഈ ജീവിതകാലത്തിലെ ഏറ്റവും കാതലായ ഭാഗം അത് യുവത്വമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെച്ചത്, ലാ തസാലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഇൻ അൻ ഉംരിഹി ഫീമാ അഫ്നാഹ് വഅൻ ശബാബിഹി ഫീമാ അബ്ലാഹ്. യുവത്വം നാളെ നീതിയുടെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. ആയുസ്സിനെ എങ്ങനെ വിനിയോഗിച്ചു എന്ന പ്രാഥമിക ചോദ്യത്തിനപ്പുറത്തേക്ക് യുവത്വത്തിൻ്റെ സാധ്യതകളെ ഏത് മേഖലയിലാണ് ഉപയോഗിച്ചത് എന്ന ഇഴകീറിയുള്ള പരിശോധനക്ക് സുതാര്യമായൊരു മറുപടി നൽകാതെ ആഖിറ ലോകത്ത് ഒരാൾക്കും രക്ഷപ്പെടാനാവില്ല. പ്രായം പ്രേരിപ്പിക്കുന്ന ഇത്തരം മോശത്തരങ്ങളെ, അശുഭ കർമ്മങ്ങളെ, അവയുടെ ഗൗരവത്തെ ഒന്നും മനസ്സിലാക്കാതെ ഇതൊക്കെ സാധാരണ സ്വാഭാവികതയല്ലേ എന്ന് നിസാരവൽക്കരിച്ചുകൊണ്ട് നേടുന്ന നേട്ടങ്ങൾ ഓരോന്നും നഷ്ടത്തിലേക്കുള്ള വഴിദൂരം കുറക്കുന്നു എന്നതിനപ്പുറത്തേക്ക് സൃഷ്ടാവിൻ്റെ പ്രീതിയും പൊരുത്തവും തേടുന്നതിന് തടസ്സം കൂടി സൃഷ്ടിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയാൻ താമസിക്കുന്നത് അപകടമാണ്. വിദ്യാഭ്യാസം എന്ന മേൽവിലാസത്തിൽ കെട്ടിപ്പടുക്കപ്പെട്ട കലാലയ സമുച്ചയങ്ങൾ ആണും പെണ്ണും കൂടിക്കലർന്ന ആനന്ദ നൃത്തത്തിന് വേദിയാവുകയും ഏറ്റവും ഒടുവിൽ കുടുംബക്കാരെയും കൂടപ്പിറപ്പുകളെയും മറന്നുകൊണ്ട് ഇന്നലകളിൽ പരിചയപ്പെട്ടവർ പ്രിയപ്പെട്ടവരായി മാറുന്ന നോവിപ്പിക്കുന്ന നവകാല അനുഭവങ്ങൾ കണ്ടിട്ടും കണ്ടില്ലെന്ന ഭാവത്തിൽ കൂടുതൽ ആവേശത്തോടുകൂടി ഇത്തരം തെറ്റുകളെ സമീപിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ധർമ്മമല്ലാത്ത പലതിനെ ധർമ്മമായും ശീലമല്ലാത്ത പലതിനെ ശീലമായും കാണാനുള്ള പ്രേരണകൾക്ക് മുന്നിൽ സൃഷ്ടാവിനെ ഓർക്കാൻ ശ്രമിക്കുന്നവർ നാളെ ആഖിറ ലോകത്ത് അസൂയാർഹമായ പദവിക്ക് അർഹരാണ്. ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അധാർമികമായ പലതിനോടും പ്രണയം തോന്നുന്ന, അന്യ സ്ത്രീകളോട് അനുരാഗം അനുഭവപ്പെടുന്ന, കുറ്റത്തിന് കൂടെ നിന്നില്ലെങ്കിൽ സൗഹൃദം നഷ്ടപ്പെടുന്ന, എല്ലാ വിലക്കപ്പെട്ട വികാരങ്ങളോടും വിധേയത്വം ആഗ്രഹിക്കുന്ന കൗമാരത്തിൻ്റെ ഈ ഒരു കാലയളവിൽ പടച്ചവനോട് അടുപ്പം പുലർത്താൻ ശ്രമിക്കുകയും നൈമിഷികമായ സുഖങ്ങളുടെ എല്ലാ വഴികളോടും നോ പറയാൻ സന്നദ്ധത പ്രകടിപ്പിച്ച അനുഗ്രഹീത പടപ്പുകൾ യുവത്വത്തിൻ്റെ തുടിപ്പിലും പടച്ചവനോട് അടുപ്പം പുലർത്തിയ അനുഗ്രഹീതർ. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. മതനിഷേധവും മതനിരാസവുമെല്ലാം ട്രെൻഡായും ട്രെൻഡിങ്ങായും മാറുകയും പുതിയ പുതിയ മേച്ചിൻ പുറങ്ങളെ മനുഷ്യൻ തേടുകയും വൈദേശിക വേഷവിധാനങ്ങളെയും ആശയങ്ങളെയും സ്വന്തം ജീവിതത്തിൽ കൊണ്ട് നടക്കുകയും താൻ മതത്തിൽ നിന്നും എത്ര അകലുന്നോ അത്രയും താൻ അപ്ഡേറ്റ് ആണെന്ന് ധരിക്കുകയും ചെയ്യുന്നവർക്ക് വിശുദ്ധ ഖുർആൻ ഒരു കഥ പറഞ്ഞു തരുന്നുണ്ട്. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. അക്ഷരക്കൂട്ടങ്ങൾക്കപ്പുറത്തേക്ക് സത്യസന്ധമെന്ന് പടച്ചവൻ പറഞ്ഞ കഥ. ഇത്തരത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ നിഖില മേഖലകളിലും നാം ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പടച്ചവൻ്റെ നിയമങ്ങളനുസരിച്ച് പ്രവർത്തിക്കാൻ
നിയമമനുസരിച്ച് പ്രവർത്തിക്കാൻ അവസരമില്ലാത്തതിൻ്റെ പേരിൽ അത്രമേൽ പ്രിയപ്പെട്ട നാടിനോടും വീടിനോടും വിട പറഞ്ഞ കൂട്ടർ എണ്ണം പറഞ്ഞ യുവാക്കളായിരുന്നു. ലോകാവസാനം വരെ വരുന്ന ഓരോ മനുഷ്യരും അറിയപ്പെടും വിധം ഖുർആനിൽ ഇടം പിടിക്കാൻ മാത്രം ഗുഹാവാസികളായ ചെറുപ്പക്കാർക്ക് അവസരമുണ്ടായെങ്കിലും ദീനീ നിയമങ്ങൾക്ക് വിരുദ്ധമായി സൂംബ അടക്കം ഇസ്ലാമിക നിയമചട്ടങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നവർക്ക് കയ്യടി കിട്ടുന്ന കാലത്ത് ഇസ്ലാമിൻ്റെ നിയമങ്ങളെയും നേരിൻ്റെ ആശയങ്ങളെയും ജീവിതത്തിൽ പകർത്തി പടച്ചവന്റെ പൊരുത്തം തേടുകയും നേടുകയും ചെയ്യുന്നവർക്ക് പടച്ചവൻ നൽകിയേക്കാകുന്ന അംഗീകാരത്തിന്റെ അളവുകൾ എണ്ണിത്തിട്ടപ്പെടുത്തുക സാധ്യമല്ല. ബഹുമാനികളെ, യുദ്ധത്തിന് കൂട്ടില്ല എന്നറിഞ്ഞതിൻ്റെ പേരിൽ ഞാൻ മൽപിടുത്തം നടത്തി എൻ്റെ കഴിവ് തെളിയിക്കുമെന്ന് പറഞ്ഞു വന്ന സമറത്തുവിനും ജുന്ദുബിനെയും യുദ്ധത്തിന് കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, യോദ്ധാക്കളുടെ വാളുകൾ ചുമക്കാനെങ്കിലും എന്നെ കൂടെ കൂട്ടുമോ എന്ന ചോദ്യത്തിലൂടെ പ്രവാചകനെ പോലും അത്ഭുതപ്പെടുത്തിയ ആൺകുട്ടികൾ സ്വഹാബാക്കളിൽ ഉണ്ടായിരുന്നു എന്നതാണ്. ആകയാൽ യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്, നേരിനൊപ്പം നിൽക്കാൻ ശ്രമിക്കുക. ഗുണപാഠമുള്ള അനുഭവങ്ങൾ നമുക്ക് ചുറ്റും ഏറെയാണ്. അസംബന്ധങ്ങളിലും അബദ്ധങ്ങളിലും ചെന്ന് ചേരാതിരിക്കുക. അതാണ് കർമ്മം, അതാണ് ധർമ്മം, അതാണ് മർമ്മം. വിശ്വാസി എന്ന നിലക്കും മനുഷ്യൻ എന്ന നിലക്കും നമുക്ക് ചെയ്തു തീർക്കാൻ ഒത്തിരിയുണ്ട്. കവിവാക്കുകൾ സൂചിപ്പിക്കുന്നത് പോലെ മനോഹരം മഹാവനം ഇരുണ്ടകാതമെങ്കിലും അനേകമുണ്ട് കാത്തിരേണ്ട മാമക പ്രതിജ്ഞകൾ. അനക്കമറ്റ നിദ്രയിൽ ലയിപ്പതിന് മുമ്പിലായി എനിക്കതീവ ദൂരമുണ്ട് വിശ്രമം നടക്കുവാൻ. നാഥൻ തുണക്കട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.